ഹായ് എല്ലാവർക്കും എഡ്യൂക്കേൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കെമിസ്ട്രി ഓർഗാനിക് സീരീസിലെ 7th പാർട്ടാണ്. ഈ പാർട്ടിൽ നമ്മൾ റീമൾട്ടിമൽ റിയാക്ഷൻ, അതുപോലെ കാർബൈൽ അമൈൽ റിയാക്ഷൻ, പിന്നെ റോസൻമൺ റിയാക്ഷൻ, ഈ 3 റിയാക്ഷൻ ആയിരിക്കും നോക്കാൻ പോകുന്നത്. ഇതൊരു എക്സാം പെർസ്പെക്റ്റീവിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് ആണ്. ഇവിടെ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതുമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് റീമൾട്ടിമൽ റിയാക്ഷൻ. റിയാക്ഷൻ പഠിക്കുമ്പോൾ ആദ്യം അതിൻ്റെ റിയേജൻ്റ് ഏതാ, റിയാക്റ്റൻ്റ് ഏതാന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. റിയാക്റ്റൻ്റ് നോക്കാം ആദ്യം. റിയാക്റ്റൻ്റ് റീമൾട്ടിമൽ റിയാക്ഷൻ്റെ റിയാക്റ്റൻ്റ് ഫീനോളാണ്. ഫീനോൾ ഇതാണ് നമ്മുടെ ഫീനോൾ. ബെൻസീൻ റിങ്ങിൽ ഒരു OH ഗ്രൂപ്പ് ഉള്ളതിനെയാണ് നമ്മൾ ഫീനോൾ എന്ന് പറയുന്നത്. റിയേജൻ്റ് 2 ടൈപ്പിലേ ഉണ്ട്. ഫസ്റ്റ് എന്ന് വെച്ചാൽ അക്യൂസ് അല്ലെങ്കിൽ ഡൈല്യൂട്ട്, രണ്ടും സെയിം ആണ് അർത്ഥം. NaOH ഓർ KOH. ഇതിൻ്റെ കൂടെ CHCl3, അതായത് ക്ലോറോഫോം. ഒന്ന് ഈ റിയേജൻ്റ് ആകാം. ഈ റിയേജൻ്റ് ആണെങ്കിൽ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ, ഞാൻ പറഞ്ഞ ബെൻസീൻ റിങ് എവിടെ വന്നാലും ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുമായിരിക്കും. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞതാണ്. അത് ഏത് പൊസിഷനിൽ അറ്റാക്ക് ചെയ്യുന്നൊക്കെ കഴിഞ്ഞ ആക്ടിവേറ്റിംഗ് ഡീആക്ടിവേറ്റിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ അവിടെ പോയി നോക്കിയാൽ മതി. ഇവിടുന്ന് ജനറേറ്റ് ആകുന്ന ഇലക്ട്രോഫൈൽ CHO ആയിരിക്കും. ഏതായിരിക്കും? CHO ആയിരിക്കും. ഒന്നെങ്കിൽ ഈ റിയേജൻ്റ് ആകാം, ഇനി വേറൊരു സെറ്റ് റിയേജൻ്റ് കൂടെ ഉണ്ടാകാൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് അക്യൂസ് അല്ലേ ഡൈല്യൂട്ട് NaOH ഓർ KOH തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ ക്ലോറോഫോമിൻ്റെ സ്ഥലത്ത് CCl4 ആണ്. പിന്നെ കാർബൺ ടെട്രാക്ലോറൈഡ് എന്നാണ് പറയുന്നത്. ഈ സെറ്റ് ഓഫ് റിയേജൻ്റ് ആണെങ്കിൽ ഇവിടുന്ന് ജനറേറ്റ് ആകുന്ന ഇലക്ട്രോഫൈൽ COOH ആയിരിക്കും. ഇതാണ് റിയാക്റ്റൻ്റ്. റിയേജൻ്റ് 2 സെറ്റ് ഉണ്ട്. ഈ സെറ്റ് റിയേജൻ്റ് ആണെങ്കിൽ ഇലക്ട്രോഫൈൽ CHO ആയിരിക്കും. ഈ സെറ്റ് റിയേജൻ്റ് ആണെങ്കിൽ ഇലക്ട്രോഫൈൽ COOH ആയിരിക്കും. രണ്ടിനെ റീമൾട്ടിമൽ റിയാക്ഷൻ തന്നെയാണ് പറയുന്നത്. റിയാക്ഷൻ നോക്കാം. ഇതാണ് നമ്മുടെ റിയാക്റ്റൻ്റ്. നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് റിയാക്റ്റൻ്റ്, ഫീനോളാണ്. ഏത് സെറ്റാണ് തന്നിരിക്കുന്നത്? CHCl3 അക്യൂസ് NaOH. ഇത് വെച്ച് ജനറേറ്റ് ആകുന്ന ഇലക്ട്രോഫൈൽ ഏതായിരുന്നു? CHO അല്ലേ? CHO വന്ന് റിങ്ങിൽ അറ്റാച്ച് ചെയ്യും. ഏത് പൊസിഷനിൽ അറ്റാച്ച് ചെയ്യും? അതിന് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണോ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണോ അറ്റാച്ച്ഡ് ആണോ നിങ്ങൾ ആദ്യം നോക്കണം. ബെൻസീൻ റിങ് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ഉള്ള ഓക്സിജനാണ്. ഓക്സിജന് ഹൈഡ്രജനാണ്. ഓക്സിജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈഡ്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയായിട്ടും കൂടുതലല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് എഫക്റ്റ് ആണ്? ആക്ടിവേറ്റിംഗ് എഫക്റ്റ് അല്ലേ? ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആണെങ്കിൽ ഇൻകമിങ് ഇലക്ട്രോഫൈൽ ഏതൊക്കെ പൊസിഷനിൽ വരാം? ഓർത്തലും വരും, പാരോയിലും വരും. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇൻകമിങ് ഗ്രൂപ്പ് ഇതാണ്. ഓർത്തോ പൊസിഷൻ ഇവിടെയാണ്, ഇവിടെയും വരും, അതുപോലെ തന്നെ പാരയിലും വരും. ഞാൻ അതങ്ങോട്ട് എഴുതുന്നു. ബെൻസീൻ, ഇതാണ് നമ്മുടെ റിയാക്റ്റൻ്റ് ഫീനോൾ. CHO ഓർത്തോ പൊസിഷനിലും വന്നു. ഇത് ഓർത്തോ പൊസിഷനാണ്, ഇത് പാരാ പൊസിഷനാണ്, ഇത് പാരാ പൊസിഷനാണ്. ഓർത്തയും പാരയും രണ്ടും വരുവാണെങ്കിൽ ഏതാണ് മെജോറിറ്റിയിൽ വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്? പാര മെജോറിറ്റി വരുമെന്നല്ലേ പറഞ്ഞത്? ഓർത്തോ പാര രണ്ടും വരുന്ന കേസിൽ പാരയാണ് മെജോറിറ്റി വരുന്നത്. പക്ഷേ റീമൾട്ടിമൽ റിയാക്ഷനിൽ പാരയല്ല, ഓർത്തോയാണ് മേജർ പ്രൊഡക്റ്റ് വരുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. റീസൺ, ഈ ഹൈഡ്രജനും ഈ ഓക്സിജൻ്റെ ബിറ്റ്വീന് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. എന്തുണ്ട്? ഈ ഹൈഡ്രജനും ഈ ഓക്സിജൻ്റെ ബിറ്റ്വീൻ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അത് കാരണമാണ് ഇതിനെക്കാട്ടും മെജോറിറ്റിയിൽ ഉണ്ടാകുന്നത്. കാരണം ഇതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലാകുന്നതുകൊണ്ട് അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണുള്ളത്. അതുകൊണ്ടാണ് ഓർത്തോ മേജർ പ്രൊഡക്റ്റായിട്ട് ഫോം ചെയ്യുന്നത്. സാധാരണ പാര ആയിരുന്നു വരേണ്ടത്, പക്ഷെ ഓർത്തോ വന്നു. കാരണം ഈ ഹൈഡ്രജനും ഈ ഓക്സിജൻ്റെ ബിറ്റ്വീൻ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ പറയാം. നമുക്ക് ഓർത്തോ പ്രൊഡക്റ്റ് ഞാൻ വരയ്ക്കുന്നു. ബെൻസീൻ റിംഗ് ആണ്, ഫീനോളാണ്. CHO ഗ്രൂപ്പിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തെന്ന് വരയ്ക്കുന്നു. ഒരു ഹൈഡ്രജൻ ഏതെങ്കിലും ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റമുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവാണ്, കാരണം പീരിയോഡിക് ടേബിളിൻ്റെ അത്യാവശ്യം റൈറ്റ് സൈഡിലാണ്, അപ്പോൾ അത് ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഇലക്ട്രോ നെഗറ്റീവായിട്ട് ഉള്ള ആറ്റത്തിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ചെയ്തിരിക്കുന്ന ഹൈഡ്രോജൻ്റെ അടുത്തെന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ആറ്റം ഉണ്ട്.
അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രജനും ഈ ആറ്റത്തിൻ്റെ ബിറ്റ്വീന് ഒരു ബോണ്ട് ഫോം ചെയ്യും. അതൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ബോണ്ട് ഇങ്ങനെ ലൈൻ എടുത്തില്ല, ഈ ഒരു ബോണ്ട് അങ്ങനെയല്ല, ഒരു പാർഷ്യൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. ആ ബോണ്ടിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അത് ഓൾറെഡി ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിട്ട് ബോണ്ടഡ് ആണ്. ഇവിടെ നോക്കൂ, ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് ബോണ്ടഡ് അല്ലേ, ഓക്സിജൻ ഇലക്ട്രോനെഗറ്റീവ് ആറ്റമാണ്. ഈ ഹൈഡ്രജൻ്റെ അടുത്ത എവിടെയും വേറൊരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഉണ്ട്, ഓക്സിജൻ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഈ ഹൈഡ്രജൻ ഈ ഓക്സിജൻ്റെ ബിറ്റ്വീൻ്റെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും, ഒരു പാർഷ്യൽ ബോണ്ടാണ്, കംപ്ലീറ്റ് ബോണ്ട് അല്ല. അതുകൊണ്ട് ഈ സ്ട്രക്ചർ സ്റ്റെബിലിറ്റി കൂടുതൽ, അതുകൊണ്ട് ഓർത്തോ പ്രൊഡക്റ്റാണ് കൂടുതൽ ഫോം ചെയ്യുന്നത്. ഇതിനൊരു പേരുണ്ട്, ഇതിനാണ് സാലിസിലിക് ആൽഡിഹൈഡ് എന്ന് പറയും. എന്ത് പറയും? സാലിസിലിക് ആൽഡിഹൈഡ്. സാലിസിലിക് ആൽഡിഹൈഡ് എന്ന് പറയും. അടുത്ത കേസ് നോക്കാം. CCl4 അക്യൂസ് NaOH. അപ്പോൾ ഏത് ഇലക്ട്രോഫൈൽ ആയിരിക്കും? COOH ഇലക്ട്രോഫൈൽ ആയിരിക്കുമല്ലോ ഫോം ആകുന്നത്. ഈ ഇലക്ട്രോഫൈൽ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ഓക്സിജൻ ആണ് ഇവിടെ ഉള്ളത്, ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ട്. ഓക്സിജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈഡ്രജനെക്കാട്ടും കൂടുതലാണ്, അപ്പോൾ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് എന്താണെന്നൊക്കെ നോക്കാം. ബെൻസീൻ റിംഗ് ഉണ്ട്, OH ഇവിടെ ഉണ്ട്. COH ഒന്നുകിൽ ഓർത്തോ പൊസിഷനിൽ വരാം, അതല്ലേ പാരാ പൊസിഷനിൽ വരാം. ബെൻസീൻ റിംഗ് ഇവിടെ OH വരുന്നു, പാരാ പൊസിഷനിൽ വരാം. ഇതാണ് പാരാ പൊസിഷൻ. പാര ആയിരുന്നു മെജോറിറ്റിയിൽ വരേണ്ടി, പക്ഷേ ഈ കേസിൽ ഓർത്തോ ആണ് മേജറായിട്ട് വരുന്നത്. അതെന്താണ്? സെയിം റീസൺ ആണ് കുറച്ച് മുന്നേ പറഞ്ഞ. എന്താ ആ റീസൺ ആയിരുന്നു? ആ റീസൺ തന്നെയാണ് ഇവിടെ. അതാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇവിടെ എങ്ങനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ്? ഈ ഹൈഡ്രജൻ ഒരു ഓക്സിജൻ ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിട്ട് ബോണ്ടഡ് ആണ്. ഇതിൻ്റെ നിയർ ബൈ ഈ ഓക്സിജൻ ഉണ്ടല്ലോ, ഈ ഓക്സിജനുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് വരും. ഈ സ്ട്രക്ചർ ഇങ്ങനെ വരച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആകാം. ഞാൻ അതുകൊണ്ട് കുറച്ചുകൂടെ ഇത് വലുതാക്കി വരയ്ക്കാം. അങ്ങനെയാകുമ്പം എക്സ്പാൻഡ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി വരയ്ക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. COH ഗ്രൂപ്പ് ഉണ്ട്, ഇങ്ങനെയാണുള്ളത് ആക്ച്വലി. ഈ ഹൈഡ്രജനും ഈ ഓക്സിജൻ്റെ ബിറ്റ്വീനാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത്. അങ്ങനെയാകുമ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. ഓൾറെഡി കുറച്ച് ബോണ്ട് അതിൻ്റെ കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടും കൂടെ ഉണ്ട്. ഇങ്ങനെ സ്റ്റെബിലിറ്റി വീണ്ടും കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഓർത്തോ മേജറായിട്ട് ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ പേരാണ് സാലിസിലിക് ആസിഡ്. മറ്റേ സാലിസിലിക് ആൽഡിഹൈഡ് ആയിരുന്നു, ഇത് സാലിസിലിക് ആസിഡ്. മറ്റേ സാലിസിലിക് ആൽഡിഹൈഡ് ആയിരുന്നു. ക്വസ്റ്റ്യൻ ചെയ്യാം. When phenol is treated with CHCl3 and NaOH, the product formed is. ഫീനോൾ ആണ് റിയാക്ടൻറ്റ്. ഏതൊക്കെയാണ് റിയേജൻറ്റ്? CCl3യും NaOHും. ഈ റിയേജൻറ്റ് വരുവാണെങ്കിൽ എന്ത് ഇലക്ട്രോഫൈലാണ് ജനറേറ്റ് ആകുന്നത്? CHO അല്ലേ? CHO അറ്റാച്ച് ചെയ്യുമ്പോൾ എന്തായിരുന്നു വരുന്നത്? സാലിസിലിക് ആസിഡാണ്, ആൽഡിഹൈഡാണ് വരുന്നത്. സാലിസിലിക് ആൽഡിഹൈഡ് എന്നാണ്, സിലിക് ആൽഡിഹൈഡ്. സാലിസിലിക് ആസിഡ് ഉണ്ട് ഓപ്ഷൻ ഇ, സാലിസിലിക് ആൽഡിഹൈഡ് ഉണ്ട്, ബെൻസാൽഡിഹൈഡ് ഉണ്ട്, ബെൻസോയിക് ആസിഡ് ഉണ്ട്. ഇവിടെ നോക്കൂ, CCl3 NaOH വരുമ്പോൾ എന്താണ്? CHO വരും, CHO ഇവിടെ വരും. ഇതാണ് മേജർ പ്രൊഡക്റ്റ്. ഇനി എന്താണ് നമ്മൾ പറയുന്നത്? സാലിസിലിക് ആൽഡിഹൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ സാലിസിലിക് ആൽഡിഹൈഡ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. റിയാക്ഷൻ ഓഫ് ഫീനോൾ വിത്ത് ക്ലോറോഫോം, അതായത് എന്ത്? CHCl3 in the presence of dilute sodium hydroxide finally introduces with one of the following functional group. ഏത് ഗ്രൂപ്പാണ് എക്സ്ട്രേറ്റ് വന്ന് ആഡ് ചെയ്യുന്നതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. CHCl3 വരുമ്പോൾ എന്തായിരുന്നു ഇലക്ട്രോഫൈൽ വരുന്നത്? നോക്കൂ, CHCl3 വരുമ്പോൾ ഇലക്ട്രോഫൈൽ CHO ഗ്രൂപ്പാണ് വരുന്നത്. അപ്പോൾ ഇവിടെ CHO ഗ്രൂപ്പ് ഉണ്ടോ നോക്കൂ? ഉണ്ട്, എന്നാൽ അത് ടിക്ക് ചെയ്യുക. നീറ്റ് 2018 ക്വസ്റ്റ്യൻ ആണ്. ഈ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഫീനോൾ ആണ് റിയാക്ടൻറ്റ്, റിയേജൻ CCl3യും NaOHും ആണ്, ഡൈല്യൂട്ട് അല്ലെങ്കിൽ അക്യൂസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം വേറെ ഒരു കേസിൽ ആൽക്കഹോളിക് NaOH KOH വരുന്നുണ്ട്. അപ്പോൾ ഡൈല്യൂട്ട് അക്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റീമറ്റീവൻ റിയാക്ഷൻ എന്നറിയാം. ഇത് ഏത് അറ്റാക്കിംഗ് റിയേജൻ്റ് ആണെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇത്ര നേരിട്ട് അറ്റാക്കിംഗ് റിയേജൻ്റ് കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അറ്റാക്കിംഗ് റിയേജൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോഫൈൽ ഏതാണ് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു മിക്സ്ചറിൽ നിന്നും ഈ ഇലക്ട്രോഫൈൽ ആയിട്ട് കൺവേർട്ട് ആകുന്ന പ്രോസസ്സിൻ്റെ ഇടയിൽ എവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ആകുന്നുണ്ട്. ആ ഇൻ്റർമീഡിയറ്റിൻ്റെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറ്റാക്കിംഗ് റിയേജൻ്റ് എന്ന്. അറ്റാക്കിംഗ്
റിയേജൻറ്റ്. അറ്റാക്കിംഗ് റിയേജൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിരിക്കുന്ന റിയേജൻറ്റിൽ നിന്നും ഇലക്ട്രോഫൈലായിട്ട് കൺവേർട്ട് ആകുന്ന ബിറ്റ്വീൻ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോമാണ്. ആ ഇൻ്റർമീഡിയറ്റിൻ്റെ പേരാണ് അറ്റാക്കിംഗ് റിയേജൻറ്റ്. റീമർട്ടീവിൻ്റെ കേസ് CCl2 ആണ്. അത് നിങ്ങൾ അതുപോലെ തന്നെ ഓർത്തിരുന്നാൽ മതി. അത് എങ്ങനെ വരുന്നു എന്ന് നിങ്ങളുടെ എക്സാമിന് ചോദിക്കത്തില്ല, ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് വരും അത്. അപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി ഏത് അറ്റാക്കിംഗ് റിയേജൻറ്റ് CCl2. അടുത്താണ് റോസൻമണ്ട് റിഡക്ഷൻ. റോസൻമണ്ട് റിഡക്ഷൻ്റെ റിയാക്ടൻ്റ് ആസിഡ് ക്ലോറൈഡ് ആണ്. എന്താണ്? ആസിഡ് ക്ലോറൈഡ്. ആസിഡ് ക്ലോറൈഡ് സ്ട്രക്ചർ എന്താണ്? ഒരു CO ഡബിൾ ബോണ്ട് ഓക്സിജനിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ജോയിൻ്റ് ആയിട്ടുണ്ട്, പിന്നെ ഒരു ക്ലോറിനും ഉണ്ട്. ഇതാണ് ആസിഡ് ക്ലോറൈഡിൻ്റെ ജനറൽ സ്ട്രക്ചർ. ഇവിടെ ആഡ് ചെയ്യുന്ന റിയാക്ടൻസ് H2യും എൻ്റെ കൂട്ടത്തിൽ PDBASO4. ഇതിനെ ഒരുമിച്ച് ലിൻഡ്ലെസ് കാറ്റലിസം എന്നും പറയും. ഇതാണ് നമ്മുടെ റിയാക്ടൻ്റ്, ഇതാണ് നമ്മുടെ റിയേജൻറ്റ്. ഇവിടെ എന്ത് സംഭവിക്കും നോക്കാം. റിയാക്ഷൻ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത് നോക്കാം. RCOCl ഉണ്ട്, H2 ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ PDBASO4, അതായത് നമ്മൾ ലിൻഡ്ലെസ് കാറ്റലിസ്റ്റ് ആഡ് ചെയ്തു. H2 സ്പ്ലിറ്റ് ആകും. സ്പ്ലിറ്റായിട്ട് H+ഉം അതുപോലെ തന്നെ H- ആയിട്ട് സ്പ്ലിറ്റ് ആകും. H- ആയിട്ട് സ്പ്ലിറ്റ് ആകും. ക്ലോറിൻ ഒരു ഗുഡ് ലിവിങ് ഗ്രൂപ്പാണ്. ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞായിരുന്നു. ഏത് വീഡിയോയിലായിരുന്നു? ആറ്റം കോമ്പൗണ്ട്സ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു. ഇലക്ട്രോഫൈൽ ന്യൂക്ലിയോഫൈലിൻ്റെ വീഡിയോ അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോറിൻ ഒരു ഗുഡ് ലിവിങ് ഗ്രൂപ്പ്. അപ്പോൾ ഈ ബോണ്ട് സ്പ്ലിറ്റ് ആയിട്ട് ക്ലോറിൻ ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ട് പോകും. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും വരും. അതായത് ക്ലോറിൻ ഒരു നെഗറ്റീവ് ചാർജും വരും, C ഡബിൾ ബോണ്ട് ഒഴിക്കൊരു പോസിറ്റീവ് ചാർജും വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഈ ഹൈഡ്രജന് നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ, ആ ഹൈഡ്രജൻ പോയി ഈ കാർബണുമായിട്ട് ജോയിൻ ചെയ്യും. ഈ ഹൈഡ്രജൻ പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ പോയി നെഗറ്റീവ് ചാർജുള്ള ക്ലോറിനുമായിട്ടും ജോയിൻ ചെയ്യും. ബോണ്ട് സ്പ്ലിറ്റ് ആയത് എങ്ങനെ മനസ്സിലാവും? ആദ്യം H2 സ്പ്ലിറ്റ് ആയിട്ട് H+ഉം H- ആയി. ഹൈഡ്രജൻ്റെ ബോണ്ട് H2 ഇങ്ങനെയാണ്. ഒരു ഹൈഡ്രജൻ 2 ബോണ്ട് ഇലക്ട്രോണുമായിട്ട് പോയി, അതുകൊണ്ട് മൈനസ് ചാർജ് വന്നു. മറ്റേ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ കിട്ടിയതാണ് പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ ഈ C-ആയിട്ട് വന്ന് ജോയിൻ ചെയ്തു. അതെന്താ? ക്ലോറിൻ ഒരു ഗുഡ് ലിവിങ് ഗ്രൂപ്പ്. അപ്പോൾ ക്ലോറിൻ ഈ ബോണ്ടിലുള്ള 2 ഇലക്ട്രോണുമായിട്ടും പോകും. അപ്പോൾ ക്ലോറിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഈ കാർബണിന് പോസിറ്റീവ് ചാർജ് ആവും. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് നെഗറ്റീവ് ചാർജ് ഓൾവേസ് ഗെറ്റ്സ് അട്രാക്റ്റഡ് ടു പോസിറ്റീവ് ചാർജ്. അതുകൊണ്ട് ഈ H- ഈ C+ ആയിട്ട് പോയി ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പ്രൊഡക്ട്സ് കിട്ടും? RC. ഈ കാർബണുമായിട്ട് ഹൈഡ്രജൻ വന്ന് ജോയിൻ ചെയ്യും. ഈ ക്ലോറിനുമായിട്ട് ഈ ഹൈഡ്രജൻ വന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തുകൊണ്ട് പറയാം? CHO ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തുവാണെന്ന് പറയാറുള്ളത്? നമ്മൾ ആൽഡിഹൈഡ് ആണെന്ന് പറയാറുള്ളത്. ആൽഡിഹൈഡ് അല്ലേ? CHO ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ആൽഡിഹൈഡ് അല്ലേ? അപ്പോൾ അതിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ റോസൻമണ്ട് റിഡക്ഷൻ ഡാഷ് ആർ പ്രിപ്പയർഡ്. ഏതാണ് റോസൻമണ്ട് റിഡക്ഷന് പ്രിപ്പയർ ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൽക്കഹോൾ ആണോ, ആൽഡിഹൈഡ് ആണോ, കീറ്റോൺ ആണോ, ആസിഡ് ആണോ? കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ആൽഡിഹൈഡാണ് ഫോം ചെയ്യുന്നതെന്ന്. അപ്പോൾ ആൽഡിഹൈഡ് ആണ് കറക്റ്റ് ആൻസർ. ആൽഡിഹൈഡ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്താണ് കാർബൈലമൈൻ റിയാക്ഷൻ. കാർബൈലമൈൻ റിയാക്ഷൻ്റെ റിയാക്ടൻ എന്ന് വെച്ചാൽ പ്രൈമറി അമൈൻ ആണ്. അമൈൻസ് ഡിഫറെൻറ്റ് ടൈപ്പിലേ ഉണ്ടല്ലേ. പ്രൈമറി അമൈൻ ഉണ്ട്, സെക്കൻഡറി അമൈൻ ഉണ്ട്, ടെർഷറി അമൈൻ ഉണ്ട്. ഇതെന്തൊക്കെ ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് വെച്ചാൽ ഏതൊക്കെ, അതൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സീരീസിൽ തന്നെ. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടാൽ മതി, മനസ്സിലായിക്കോളും. വലിയ പാടൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞേക്കാം. ഒരു നൈട്രജൻ ഉണ്ട്, നൈട്രജൻ 3 ബോണ്ട് ഫോം ചെയ്യാം. ഒരു ആൽക്കൈൽ ഗ്രൂപ്പും 2 ഹൈഡ്രജനുമായിട്ടാണ് ജോയിൻ ചെയ്തതെങ്കിൽ അതിന് പ്രൈമറി അമൈൻ എന്ന് പറയും. പക്ഷേ ഈ ഒരു ഹൈഡ്രജൻ സ്ഥലത്ത് വേറൊരു 6 വന്നു, അതായത് 2 6 വന്നായിരുന്നു നമ്മൾ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ. 3ലും 6, അതായത് ആൽക്കൈൽ ഏതെങ്കിലും ഒരു ആൽക്കൈൽ കാർബൺ ഹൈഡ്രജൻ ചെയ്യുന്നതാണല്ലോ ആൽക്കൈൽ ഗ്രൂപ്പ് 6 എന്ന് പറയുന്നത്. 3 ഹൈഡ്രജൻ ഉണ്ടായിരുന്നെങ്കിൽ 6 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ടെർഷറി അമൈൻ എന്നും പറഞ്ഞതന്നെ. ഇപ്പോൾ കാർബൈലമൈൻ റിയാക്ഷനിൽ ഈ പ്രൈമറി അമൈനാണ് നമ്മുടെ റിയാക്ടൻ്റ്. റിയേജൻ്റ് എന്താണ്? നേരത്തെ നമ്മൾ CHCl3യും അക്യൂസ് അല്ലെ ഡൈല്യൂട്ട് NaOH or KOH കണ്ടായിരുന്നു.
പക്ഷേ കാർബൈലമൈൻ റിയാക്ഷൻ്റെ കേസിൽ റിയേജൻറ്റ് CH3യും പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോളിക് NaOH അല്ലെങ്കിൽ KOH ആണ്. അവിടെ അക്യൂസ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആയിരുന്നു, ഇവിടെ ആൽക്കഹോളിക്. അത് ഞാൻ അവിടെ തന്നെ പറഞ്ഞിരുന്നില്ല, അക്യൂസ് ശ്രദ്ധിക്കണം, ബിക്കോസ് ആൽക്കഹോളിക്കും പിന്നെ വരുന്നുണ്ട്. ഓക്കെ, കാർബൈലമൈൻ ആണ് ഞാൻ പറഞ്ഞ കേസ്. ഇവിടെ ആൽക്കഹോളിക് NaOH അല്ലെങ്കിൽ KOH വരുന്നത്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ NH2 ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ റിയാക്ടൻസ് CH3യും അതുപോലെ തന്നെ ആൽക്കഹോളിക് NaOH അല്ലെങ്കിൽ KOH ആഡ് ചെയ്യുമ്പോൾ ഈ NH2 കൺവേർട്ടായിട്ട് തയോസൈനൈഡ് ഉണ്ടാവും, ഐസോസൈനൈഡ് ആവും. ഐസോസൈനൈഡ് എന്നാണ് പറയുന്നത്. NH2 എവിടെ ഉണ്ടോ അത് കൺവേർട്ടായിട്ട് NC ആകും. NCനെ അവൾ ഐസോസൈനൈഡ് എന്നാണ് പറയുന്നത്. ഐസോസൈനൈഡ് ഇങ്ങനെ വരും. ഇവിടുത്തെ NH2 കൺവേർട്ട് ആയിട്ട് എന്താകും? ആറാകും, ഇങ്ങനെ വരും, ഐസോസൈനൈഡ് ആകും. ഇതാണ് കാർബൈലമൈൻ റിയാക്ഷൻ. ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: CH3CH2NH പ്രൈമറി അമൈൻ ആണോ നോക്കണം ആദ്യം. NH2 ഒറ്റ ഒരു കാർബണിലേ ജോയിൻ ചെയ്തിട്ടുള്ളൂ അല്ലേ? ഈ ഒരു കാർബണിലേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി രണ്ടെണ്ണം ഹൈഡ്രജനാണ്. ഒരു കാർബണ് 2 ഹൈഡ്രജന്. അപ്പം പ്രൈമറി അമൈൻ ആണ്. റിയാക്റ്റൻ നോക്കൂ, CHCl3 ആണ്, അക്യൂസ് NaOH ആണ്. അപ്പോൾ ഈ NH2 അവിടെ എന്ത് ചെയ്യണം? ഐസോസൈനൈഡ് ആക്കണം. അപ്പോൾ ഇതെല്ലാം സെയിം ആയിട്ട് തന്നെ ഇരിക്കും. NH2 ഇവിടെ ഐസോസൈനൈഡ് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത കേസ്, ഇതൊരു പ്രൈമറി അമൈൻ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. നൈട്രജൻ 2 ഹൈഡ്രജനുമായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ടല്ല ജോയിൻ ചെയ്യേണ്ടത്, പക്ഷേ ആൽക്കൈലിൻ്റെ സ്ഥലത്തോടെ ബെൻസീൻ റിങ്ങുമായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ബെൻസീൻ റിങ്ങിന് അറൈൽ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ NH2 കൺവേർട്ടായിട്ട് എന്താകും? കൺവേർട്ടായിട്ട് ഐസോസൈനൈഡ് ആകും. അടുത്ത കേസ് നോക്കൂ, നൈട്രജൻ ഉണ്ട്, പക്ഷേ ഇത് പ്രൈമറി അമൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. 2 ആൽക്കൈൽ ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അല്ലേ പ്രൈമറി അമൈൻ. ഇവിടെ പക്ഷേ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? സെക്കൻഡറി അമൈനാണ്. സെക്കൻഡറി അമൈനോ ടെർഷറി അമൈനോ ആണെങ്കിൽ കാർബൈലമൈൻ റിയാക്ഷൻ വർക്ക് ചെയ്യത്തില്ല. പ്രൈമറി അമൈൻ ആണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്തുള്ളൂ. ഓക്കെ, സോ അപ്പം ഇതുകൊണ്ട് അവിടെ ക്വസ്റ്റ്യൻ തീർന്നു. ഈ 3 റിയാക്ഷൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.